DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ദിവസമായി ശക്തമായ മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ആളുകൾക്ക് ദുരന്ത നിവാരണ സേന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഖരമാലിന്യ പരിപാലന നിയമം വരുന്നതോടെ കേരളത്തിലെ മാലിന്യ സംസ്കരണ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. നിലവിൽ പച്ച, നീല എന്നീ 2 കുട്ടകളിലാണ് നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഇനി മുതൽ അവയെ 4 വിഭാഗങ്ങളായി തരംതിരിക്കണം. അടുക്കളയിൽ നിന്നുള്ള നനഞ്ഞ ജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കും പേപ്പറും അടങ്ങുന്ന ഉണങ്ങിയ അജൈവ മാലിന്യങ്ങൾ, ഡൈപ്പറുകളും പാഡുകളും അടങ്ങുന്ന സാനിറ്ററി മാലിന്യങ്ങൾ, മരുന്നുകളും വേസ്റ്റും അടങ്ങുന്ന പ്രത്യേക ശ്രദ്ധ വേണ്ട മാലിന്യങ്ങൾ എന്നിവയാണ് ഈ 4 വിഭാഗങ്ങൾ. ഈ നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥകളും ഇതിലുണ്ട്. അടുത്ത അറിയിപ്പ്, നഗരപ്രദേശങ്ങളിൽ സ്വന്തമായി ഒരു സുരക്ഷിത ഭവനം സ്വപ്നം കാണുന്നവർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയുടെ പുതിയ ഘട്ടത്തിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ സജീവമായി പുരോഗമിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, കുറഞ്ഞ വരുമാനമുള്ളവർ, ഇടത്തരം വരുമാനമുള്ളവർ എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. താൽപ്പര്യമുള്ള ഗുണഭോക്താക്കൾ നഗരസഭ കാര്യാലയവുമായോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെട്ട് സമയപരിധിക്കുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 21 സർക്കാരിന്റെ കടമെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ആരംഭിക്കും. ജൂലൈ 23, 24, 25 തീയതികളിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. ജൂലൈ 26 മുതലൊക്കെ കൈകളിൽ നേരിട്ട് തുക എത്തിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. നിലവിൽ പെൻഷൻ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് തുടർന്നും ലഭിക്കണമെന്നില്ല. കാരണം സ്ത്രീ ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും മറ്റുള്ളവർ നൽകേണ്ട വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കാനുള്ള അവസാന തീയതി ജൂൺ 30 ആയിരുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ 2 പ്രധാന രേഖകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളുടെ പെൻഷൻ വിതരണം ഇനി മുതൽ തടസ്സപ്പെടുന്നതായിരിക്കും. രേഖകൾ വൈകി സമർപ്പിച്ചാലുള്ള പ്രതിസന്ധി, പല ഗുണഭോക്താക്കളും പെൻഷൻ മുടങ്ങുമ്പോൾ മാത്രമാണ് പഞ്ചായത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ അന്വേഷിക്കുകയും രേഖകൾ നൽകിയിട്ടില്ലെന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നാൽ പിന്നീട് എപ്പോഴാണോ ഈ രേഖകൾ കൃത്യമായി ഹാജരാക്കുന്നത് അതിനുശേഷം മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഈ മുടങ്ങുന്ന മാസങ്ങളിലെ പെൻഷൻ തുക പിന്നീട് കുടിശ്ശികയായി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.